ഇന്നത്തെ ഉച്ചയൂണ് സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരി ആക്കിയാലോ? ഊണ് തകർത്ത് വാരൂലേ? ഇപ്പോൾ പറമ്പിലും തൊടിയിലും എല്ലാം മാമ്പഴത്തിൻ്റെ കാലമാണ്. ധാരാളം മാമ്പഴം കിട്ടാനും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പല അടുക്കളയിലും ഈ ഒരു വിഭവസമൃദ്ധമായി തന്നെ ഉണ്ടാക്കുന്നുണ്ടാവൂലേ? ഇഷ്ടമല്ലാത്തവരായിട്ട് അധികം ആൾക്കാരും കാണത്തുമില്ല. കുഞ്ഞുങ്ങളുടെ പ്രിയപ്പെട്ട കറി കൂടിയായിരിക്കും. അല്പം മധുരം കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾക്കും കുറച്ച് മാമ്പഴം കിട്ടി. അതിന്ന് കറിയാക്കാമെന്നും കരുതി കേട്ടോ. ഉച്ചയൂണ് തകർക്കണ്ടേ? അങ്ങനെ നമ്മുടെ മാമ്പഴം എല്ലാം വൃത്തിയായിട്ട് കഴുകി തൊലിയൊക്കെ പൊളിച്ച് നല്ല കുട്ടപ്പനായിട്ടിരിപ്പുണ്ട്. നമ്മുടെ ചീനിച്ചട്ടി ഇട്ട് കടുകൊക്കെ വറുത്തതിന് ശേഷം ഇച്ചിരി ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ അരപ്പെടുത്ത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ റെസിപ്പിയൊക്കെ ധാരാളം ഫോൺ വഴി നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കാത്ത കേട്ടോ. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മാമ്പഴത്തിന് അങ്ങ് തട്ടിയിട്ട് കൊടുത്തു. എത്ര പേരുടെ വായിക്കോടെ ഇപ്പം തന്നെ വെള്ളം വന്നിട്ടുണ്ടാവും അല്ലേ? അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ സാധനമൊക്കെ പലർക്കും. അങ്ങനെ നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഉച്ചയൂണിന് കൈയഴുകി ചെന്നിരിക്കുമ്പോൾ മാമ്പഴ പുളിശ്ശേരിയാണെന്ന് അറിഞ്ഞാൽ ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ അത്രയ്ക്കും വിശപ്പും ഉണ്ടാവും കേട്ടോ. അതുപോലെ ഒരു ഫേവറേറ്റ് സാധനമായിരുന്നു ഇത്. മാമ്പഴത്തിന് കുറച്ച് പുളിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒപ്പത്തിന് കൂട്ടായിട്ട് മാങ്ങാച്ചാറും മുട്ട പൊരിച്ചതും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി എല്ലാം ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം വെല്ലുന്ന ഐറ്റമാണല്ലോ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. അങ്ങനെ നമ്മുടെ ചോറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഉച്ചയൂണ് എന്തായാലും തകർക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. അങ്ങനെ എല്ലാ കറിയും കൂട്ടി മാമ്പഴ പുളിശ്ശേരിയുടെ ചാറോടെ കൂട്ടി കുഴച്ച് ശകലം ചോറാട്ടോ ആദ്യം എടുത്ത് വായിലോട്ട് വെച്ചത്. അതിനുശേഷം അരികിലിങ്ങനെ കയറിയിരിക്കുന്ന നമ്മുടെ മാമ്പഴം അവനെ ഇങ്ങോട്ട് വാരിയെടുത്ത് മൊത്തത്തോടെ വായിലേക്ക് ഇട്ടു. അതിൻ്റെ നീരെല്ലാം കൂടെ ഇറങ്ങുമ്പോൾ എന്താ രസമല്ലേ? അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ.